ഇതാണ് എൻ്റെ മുടിയുടെ ഇപ്പോഴത്തെ തുമ്പിൻ്റെ വണ്ണം, മുടി അറ്റത്തുള്ള വണ്ണം. ഞാൻ കെരാറ്റിൻ ചെയ്ത സമയത്തുള്ള എൻ്റെ ടോട്ടൽ മുടിയുടെ വണ്ണവും ഇതായിരുന്നു. കാരണം ഞാൻ കെരാറ്റിൻ ചെയ്ത സമയത്തുള്ള എൻ്റെ ഹെയറാണിത്, വളർന്ന് താഴേക്ക് ഇറങ്ങിയതാണത്. മേലേക്കുള്ളത് എൻ്റെ മുടിയുടെ വണ്ണം കണ്ടോ, അതാണ് എൻ്റെ ഇപ്പോൾ പുതിയതായിട്ട് എനിക്ക് വളർന്നിറങ്ങിയിട്ടുള്ള എൻ്റെ ഹെയർ. ഒരുപാട് ബേബി ഹെയർ വന്നിട്ടാണ് എനിക്ക് അവിടെ ഇത്ര വണ്ണം എനിക്ക് വന്നത്. ഒരു 8 മാസത്തിലാണ് എനിക്ക് ഈ വണ്ണം എൻ്റെ മുടിക്ക് വന്നത്. താഴേക്കുള്ള മുടിയാണ് ഞാൻ കെരാറ്റിൻ ചെയ്ത സമയത്തുള്ള എൻ്റെ ഹെയർ. ആ ഭാഗത്തെ വണ്ണവും എൻ്റെ മുടിയുടെ മേലേക്കുള്ള വണ്ണവും നോക്കിയാൽ തന്നെ അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും നിങ്ങൾക്ക്. അത്രത്തോളം നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ആ മേലെ പോർഷൻ മുടിയുടെ വണ്ണമാണ് എനിക്കിപ്പോൾ പുതിയതായിട്ട് വളർന്നിറങ്ങിയിട്ടുള്ളത്. ഈ കാണുന്ന ഹെയർ എല്ലാം എൻ്റെ ന്യൂ ഗ്രോത്ത് ഹെയറാണ്. എനിക്ക് ഒരുപാട് ബേബി ഹെയർ വളർന്ന് ഇറങ്ങിയിട്ട് ഞാൻ പിന്നെ ഇടുമ്പോൾ എപ്പോഴും എനിക്ക് ഇങ്ങനെ അത് പുറത്തേക്ക്, കാരണം അതത്രയും ബേബി ഹെയറാണ്, പുതിയതായിട്ട് വളർന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇനി താഴേക്ക് എത്തുമ്പോൾ എനിക്ക് എന്തായാലും. ഹായ്, ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് എൻ്റെ ഹെയർ റീഗ്രോത്ത് ജേർണിയെക്കുറിച്ചിട്ട് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനൊരു 8-9 മാസം മുമ്പ് ഹെയർ ഒന്ന് കെരാറ്റിൻ ചെയ്തു ട്രീറ്റ്മെൻറ്റ്. എനിക്ക് അത്യാവശ്യം കേളി ഹെയറാണ്. അപ്പോൾ എനിക്ക് ഈ സ്ട്രെയിറ്റ് ഹെയറിനോട് ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടം എനിക്ക് തോന്നാൻ കാരണം നടി ഭാവനയുടെ മുടി കണ്ടിട്ടാണ്. അവളുടെ മുടി കിടക്കുന്ന ആ സ്റ്റൈലിൽ കിടക്കണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാനൊന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തു, കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് കുറച്ച് ദിവസം ഭയങ്കര ഈ മുടി വെച്ചിട്ട് ഭയങ്കര ഷോ ആയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് കിട്ടിയ പണിയെക്കുറിച്ച് ഞാൻ ബോധം വരുന്നത്. അതായത് ഒന്നാമത് ഞാൻ UAE-യിലാണ്. ഇവിടുത്തെ വെള്ളം കാലാവസ്ഥയൊക്കെ തന്നെ നമ്മുടെ മുടിക്ക് ഒരുവിധം ഒരു വെല്ലുവിളിയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഇത് ചെയ്തത്. മേ ബി എനിക്ക് സ്യൂട്ടാവാത്തതായിരിക്കാം, ഇത് സെറ്റ് ആവുന്നവരുണ്ടാവാം, അത് പ്രോപ്പറായിട്ട് പോകുന്നുണ്ടാവാം. പക്ഷേ എനിക്കിത് ഒട്ടും സെറ്റായില്ല എന്ന് പറഞ്ഞാൽ സെറ്റായിട്ടില്ല. മുടി ഭയങ്കരമായിട്ട് പൊഴിയാൻ തുടങ്ങി. പൊഴിയാന്ന് വെച്ചാൽ ഞാൻ എന്താ പറയുക, എൻ്റെ തലയിൽ ചെറിയ ചെറിയ കുരുക്കൾ വന്നു. അവിടെ നിറയില്ല, ഒരു 4-5 സ്ഥലത്ത് കുരുക്കൾ വന്നു. മുടി അങ്ങ് വല്ലാണ്ട് പൊഴിഞ്ഞു തുടങ്ങി. പ്രത്യേകിച്ച് ഞാൻ UAE-യിൽ എന്ന് പറയുമ്പോൾ ഹെയർ ഓയിൽ സെയിൽ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഹെയർ ഓയിൽ അങ്ങനെ ചെയ്യുന്ന ഒരാൾ കോവിഡ് സമയം കഴിഞ്ഞപ്പോൾ തൊട്ട് ഹെയർ ഓയിൽ സെയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തിക്ക് ഇത്രയും സിവിയറായിട്ടുള്ള ഒരു ഹെയർ ലോസ് ഫേസ് ചെയ്യുമ്പോൾ എനിക്കങ്ങ് ആകെ കോൺഫിഡൻസ് പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ കോവിഡ് കഴിഞ്ഞപ്പോൾ ഒരുവിധം എല്ലാവരും, ഒരു 95% ആൾക്കാരും ഫേസ് ചെയ്ത ഒരു പ്രശ്നമാണ് ഹെയർ ലോസ് എന്ന് പറയുമ്പോൾ. കോവിഡ് വന്ന് മേ ബി ഇനി വാക്സിൻ എടുത്തതിൻ്റെ ആണോ അതോ കോവിഡിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. അതിനുശേഷം ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിൽ. ആ ഒരു സമയത്താണ് ഞാൻ ആദ്യമായിട്ട് എണ്ണ കാച്ചിയിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ മുമ്പ് ചെയ്യുമായിരുന്നു, പക്ഷേ ഞാനത് കണ്ടിന്യൂ ചെയ്യില്ല. കുട്ടികളൊക്കെ ആയതിനു ശേഷം ഞാനതിങ്ങനെ സ്ഥിരം ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹെയർ ലോസ് വന്ന സമയത്ത് ഞാൻ എണ്ണ കാച്ചി ഞാനത് യൂസാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസം കിട്ടി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഓക്കെ, ഇത് സെയിലാക്കാം. കാരണം ഒരുവിധം എല്ലാവർക്കും ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണെന്ന് കരുതിയിട്ട് ഞാൻ സെയിലാക്കി തുടങ്ങിയതാണ്. അൽഹംദുലില്ലാ ഞാൻ സ്ത്രീകളെയാണ് ഫോക്കസ് ചെയ്തിട്ട് ഹെയർ ഓയിൽ ഞാനിത് ചെയ്തത്. പക്ഷേ എൻ്റെ അടുത്തുനിന്ന് മേടിക്കുന്നതിൽ ഒരു 80-85% ആൾക്കാരും ആണുങ്ങളാണ്. മേടിച്ച് യൂസ് ചെയ്തിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, അവർ രാവിലെ എണീക്കുമ്പോൾ അവർ മുടി മാത്രമല്ല താടി ഉൾപ്പെടെ പൊഴിഞ്ഞിട്ട് ബെഡിൽ പില്ലോയിൽ വന്നിട്ട് സങ്കടം വന്നിട്ടുണ്ട്. കാരണം ഹോട്ടൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ഒരുപാട് റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്ന് 3 ബോട്ടിലൊക്കെ നെക്സ്റ്റ് ഒരുമിച്ച് മേടിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ അത്ര റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു ഹെയർ ഓയിലാണ്. അങ്ങനെ ഹെയർ ഓയിൽ സെയിൽ ചെയ്യുന്ന എൻ്റെ ഹെയർ ഇത്രത്തോളം ലോസ് ആകുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ കോൺഫിഡൻസ്, ഇപ്പോൾ എൻ്റെ ഹെയർ ഓയിൽ വർക്ക് ആവാഞ്ഞിട്ടാണോ ഇനി ഇതെന്താണ് ഇങ്ങനെ. പക്ഷെ അത് ഞാൻ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അത്രത്തോളം ചൂട് എൻ്റെ ഹെയറിൽ പോയതിനാണെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. കാരണം നല്ല ഹെയർ ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് അത്രത്തോളം ഹെയർ ലോസ് വരുന്ന സമയത്ത് ഭയങ്കര വിഷമം വരും. പിന്നെ അവിടെ നിന്ന് ഓക്കെ, എൻ്റെ ഹെയർ എന്തായാലും എനിക്ക് തിരിച്ച് പിടിക്കണം എന്നുള്ളൊരു ഇതിൽ പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ ഒരു 9 മാസം കൊണ്ട് ഉള്ളൊരു ജേണി. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതുപോലെ മുടി ഒന്ന് വളർത്തിയെടുക്കാൻ, അല്ലെങ്കിൽ മുടി ഒരുപാട് പൊഴിച്ചിലായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഞാൻ ചെയ്ത കുറച്ച് ഒരു 2-3 ടിപ്സ് ആണ്
തീർച്ചയായിട്ടും ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇപ്പം നാട്ടിൽ ഒരുപാട് പേര് സെയിൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് തന്നെ കാച്ചിയൊക്കെ ഉപയോഗിക്കാം. അതിൽ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. അല്ലാതെ ഞാൻ ചെയ്തിട്ടുള്ള 1-2 മെത്തേഡാണ് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഹെയറിൻ്റെ കോല ഇതാണ്. അതായത് ഇത് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയറാണ്. ഇപ്പോഴും അത്യാവശ്യം സ്ട്രെയിറ്റ് നന്നായിട്ട് കിടക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ എൻ്റെ പുതിയതായിട്ട് വളർന്നിറങ്ങിയ ഹെയറാണ്. കാണുമ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. കണ്ടോ, ഇതുവരേക്കും ഇവിടെ നിന്നുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ വരെ വളർന്നിറങ്ങിയാൽ ഇഷ്ടം പോലെ എനിക്ക് ബേബി ഹെയർ. ഞാൻ ആക്ച്വലി മുടി കെട്ടി വെച്ചാലും പുറത്ത് പോകുമ്പോഴും ഈ കൊച്ചു ടി വിയിലെ സൂര്യനുണ്ടല്ലോ, അതുപോലെയാണ് എൻ്റെ ഹെയർ. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ എനിക്ക് ബേബി ഹെയർ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത് ഈ ബാക്ക് സൈഡിൽ. അതിൻ്റെ കൂടെ എനിക്ക് തൈറോയിഡ് കൂടിയുണ്ട്. അതുകൊണ്ടാണ് മേ ബി അതൊരു റീസൺ ആവാം എനിക്ക് ഇത്രത്തോളം മുടി കൊഴിയുന്നതിന്. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതെല്ലാം എനിക്ക് റീസെൻ്റ്ലി വളർന്നിറങ്ങിയിട്ടുള്ള ഹെയറാണ്. അതേ സെയിം തന്നെ ഇപ്പുറത്തും ഉണ്ട്. ഞാൻ കാണിച്ചു തരാം, വെയിറ്റ് ചെയ്യാം. ഇതുണ്ടോ, ഞാൻ ഈ കൂട്ടി പിടിച്ചതിൽ ഉണ്ട് ഈ ഹെയർ. ഞാൻ ഈ കൂട്ടി പിടിച്ചിരിക്കുന്നതിലും പോയിട്ടുണ്ട് ആ ഹെയർ. അപ്പോൾ എനിക്ക് ഇതൊന്നും ഉണ്ട് ആക്ച്വലി. എനിക്കത് കാണിച്ചു തരാൻ പറ്റുന്നില്ല. ഇത്രയൊക്കെ എനിക്ക് പുതിയതായിട്ട് വളർന്നിറങ്ങിയിട്ടുള്ള ന്യൂ ഗ്രോത്ത് ഹെയറാണ്. ഈ സൈഡിലും അതുപോലെ ഈ ചെവിയുടെ പിറകിലും, ഈ 2 ചെവിയുടെ പിറകിലോട്ട് എനിക്ക് ഇഷ്ടം പോലെ ബേബി ഹെയർ. അപ്പോൾ എന്തായാലും ഈ ഹെയർ എല്ലാം വളർന്നിറങ്ങുമ്പോൾ എൻ്റെ ഈ ഭാഗം കുറച്ചുകൂടി നന്നായിട്ട് തിക്ക് വരും. ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് ടിപ്സ് ഞാനിവിടെ ഷെയർ ചെയ്യാം. അതിൽ ഫസ്റ്റ് ആൻഡ് എനിക്ക് ഏറ്റവും നന്നായിട്ട് ഭയങ്കര റിസൾട്ട് തോന്നിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഹെന്നയാണ്. ഹെയറിൽ ഞാൻ മാസത്തിൽ 2 അല്ലെങ്കിൽ 3 തവണ ഹെന്ന അപ്ലൈ ചെയ്യും. ചിലപ്പോൾ എനിക്ക് ഞാൻ മിക്സ് ചെയ്തതിൽ ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ 3ാമതൊരിക്കൽ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ മാസത്തിൽ 2 വട്ടം ഞാൻ ഹെന്ന അപ്ലൈ ചെയ്യും. ഹെന്ന ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന വിധമെന്ന് പറയുമ്പോൾ കട്ടൻ ചായ ആദ്യം തയ്യാറാക്കും. ഞാൻ തയ്യാറാക്കുന്ന രീതിയാണ് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കാം. പക്ഷേ ഞാൻ പറയട്ടെ, ബെസ്റ്റാണ് നിങ്ങളുടെ ഹെയർ. നമുക്ക് ഈ പറയില്ലേ, ഈ ജീവനില്ലാതെ കിടക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഹെയറിനെ ഒന്ന് തിക്കാക്കി എടുക്കാൻ, നല്ല സ്ട്രോങ് ആക്കുക. നിങ്ങൾക്ക് തന്നെ ഞാൻ ഈ പറയുന്ന മെത്തേഡിൽ 1 വട്ടം നിങ്ങളൊന്ന് ഹെന്ന തയ്യാറാക്കി യൂസ് ചെയ്ത് നോക്കണം. അതിനുശേഷം ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് വിസിബിൾ ആവും. അത് ഞാൻ അത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത് എനിക്ക് അത്രത്തോളം അമേസിങ് റിസൾട്ട് തന്നതുകൊണ്ടാണ്. വെള്ളം എടുക്കണം ആവശ്യത്തിന്. നിങ്ങൾ എത്രയാണ് നിങ്ങളുടെ മുടിയുടെ അളവനുസരിച്ചിട്ട് നമ്മൾ ഹെന്ന എടുക്കണം. ഈ ഹെന്നയുടെ അളവിന് ഹെന്ന മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇപ്പോൾ ഞാനൊരു 2 കപ്പ് വെള്ളമാണ് എടുക്കുന്നതെങ്കിലും 2 അല്ലെങ്കിൽ 3 കപ്പ് വെള്ളമാണ് എടുക്കുന്നതെങ്കിൽ ഞാൻ 6-7 ടീസ്പൂൺ ടേബിൾ സ്പൂണും തേയില മിക്സ് ചെയ്യും. അതുപോലെ 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഉലുവ, 1 സവാള, അത് തൊലിയുണ്ടല്ലോ, തൊലി നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ആ തൊലിയോട് കൂടിയിട്ട് 1 സവാള ഒരു 5-6 വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെള്ളത്തിലിടും. പിന്നെ ചെയ്യുന്നത്, എൻ്റെ കയ്യിൽ അംല പൗഡർ അങ്ങനെ ഉണ്ടാവാറില്ല. ഞാൻ കൂടുതലും ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്കയാണ് യൂസ് ചെയ്യുന്നത്. ഈ നെല്ലിക്ക ഞാൻ കട്ട് ചെയ്ത് ഈ വെള്ളത്തിലിടും. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ചെയ്യുന്നതാണ് റോസ്മെറി ലീവ്സ്. അത് ഡ്രൈ ലീവ്സ് ആവാം, അതല്ല ഫ്രഷ് ലീവ്സ് ആയിരുന്നാലും പ്രശ്നമില്ല. ഇത്രയാണ്. പിന്നെ കരിഞ്ജീരകം. അപ്പോൾ കരിഞ്ജീരകവും കൂടി ഇട്ടിട്ടാണ് ഞാൻ ഈ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നത്. ഇപ്പോൾ കുറച്ച് കൂടുതൽ മുടിയുള്ളവരാണെങ്കിൽ കൂടുതൽ വെള്ളം എടുക്കണം. പിന്നെ ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളയ്ക്കണം. തിളയ്ക്കുമ്പോൾ വറ്റുന്ന കണക്കിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 3 എന്നുള്ളത് 4 കപ്പ് വെള്ളം എടുക്കണം. 4 കപ്പ് വെള്ളം എടുത്തിട്ട് അത് വറ്റിച്ച് 3 കപ്പാക്കിയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് ഞാനിവിടെ സെറ്റ് ചെയ്ത് തണുത്തതിന് ശേഷമാണ്, ഈ വെള്ളമാണ് ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ്. ഹെന്ന എടുക്കും. എനിക്ക് കളറിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇൻഡിഗോ പൗഡർ എടുക്കാറില്ല. ഹെന്ന എടുക്കും. ഹെന്ന എടുത്തിട്ട് ഈ തണുത്ത വെള്ളം ഇതിലേക്ക് മിക്സ് ചെയ്ത്, ഞാൻ വേറെ തൈര് അതല്ലെങ്കിൽ മുട്ട ഒന്നും ചേർക്കാറില്ല. ജസ്റ്റ് ഇത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. മുട്ട വേണമെന്നുള്ളവർക്ക് മുട്ട ചേർക്കാം, കുഴപ്പമില്ല. തൈര് വേണമെന്നുള്ളവർക്ക് തൈര് ചേർക്കാം. പിന്നെ അഥവാ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക വെള്ളത്തിൽ ചേർക്കാൻ ഇട്ടിട്ടില്ലെങ്കിൽ അമല പൗഡർ ഈ എണ്ണയിൽ തന്നെ ചേർക്കാവുന്നതാണ്. ഇത് ഞാൻ മിക്സ് ചെയ്ത് തലേന്ന് വെച്ചിരുന്നിട്ട്
പിറ്റേന്ന് ഞാനിതെടുത്ത് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നീലാമരി പൊടി ഉണ്ടെങ്കിൽ നീലാമരിയുടെ പൊടി ചേർക്കാം. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങളുടെ ഒരു ഒരു നിങ്ങളുടെ ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു സോറി ക്യാമറ ഷേക്കാവുന്നത്, നിങ്ങൾക്കൊരു ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ, അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ചേർക്കാം. പക്ഷേ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത്ര മാത്രം തലേന്ന് രാത്രി മിക്സ് ചെയ്ത് വെച്ചിട്ട് പിറ്റേന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഞാൻ 1 മണിക്കൂർ, അരമണിക്കൂറല്ല, ഞാൻ 1 മണിക്കൂർ ഇത് ഹെയറിൽ വെച്ചേക്കും. എന്നിട്ടാണ് ഞാനിത് വാഷ് ചെയ്യുന്നത്. നിങ്ങളിത് വാഷ് ചെയ്തെടുക്കുന്ന സമയത്ത് വാഷ് ചെയ്ത് ഹെയർ ഒന്ന് ഉണങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് അപ്പം തന്നെ കാണാൻ പറ്റും. മുടിക്ക് വന്ന ഒരു തിക്നെസ്, അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഷൈനിങ് ഒക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു അമേസിങ് റിസൾട്ടുമാണ് ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് തരുന്നത്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഞാൻ ഈ ഹെന്ന പ്രിപ്പയർ ചെയ്യുന്ന രീതി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നെക്സ്റ്റ് ഇനി അതൊരു വീഡിയോ ആയിട്ട് ചെയ്ത് കാണിക്കാം. ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ ചെയ്യുന്ന വേറൊരു ടിപ്പ് എന്ന് പറയുമ്പോൾ, ഉലുവ തലേന്ന് നൈറ്റ് വെള്ളത്തിലിട്ട് വെച്ചേക്കും. ഉലുവ വെള്ളത്തിലിട്ട് നന്നായിട്ട് സോക്ക് ചെയ്തെടുക്കും, ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്തിട്ട് പിറ്റേന്ന് കരിവേപ്പില, പിന്നെ ഒരു കുറച്ച് തേങ്ങ, ഒരു പൂളിയതാണെങ്കിലും ചിരകിയതാണെങ്കിലും കുഴപ്പമില്ല, കുറച്ച് തേങ്ങ, ഒരു പിടി തേങ്ങയും ഈ ഉലുവയും കറിവേപ്പിലയും, കറ്റാർവാഴ എൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ ഞാൻ ഇടും, അതല്ലെങ്കിൽ ഒഴിവാക്കും. ഇത് മൂന്നും മെയിനായിട്ട് മിക്സ് ചെയ്തെടുക്കും. അപ്പം നമ്മൾ അല്ലാതെ ഉലുവ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ഒരു തരിതരിപ്പുണ്ടാകും. പക്ഷേ ഈ തേങ്ങയും കറിവേപ്പിലയും ചേർത്തെടുക്കുമ്പോൾ നല്ലൊരു ക്രീമി പേസ്റ്റ് പോലെ നമുക്ക് കിട്ടും. തരിതരിപ്പൊന്നും ഒട്ടും ഉണ്ടാകത്തില്ല. നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല ഒരു ക്രീം, നമ്മൾ ഹെയർ ക്രീമൊക്കെ ഉണ്ടല്ലോ അതുപോലെ ഉണ്ടാവും. ഇത് തേങ്ങ ഇടുന്നതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഹെയറിൽ നന്നായിട്ട് അപ്ലൈ. പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഓയിൽ, അത് ഭയങ്കരമായിട്ട് വേണമെന്നില്ല, മുടി ഒന്ന് ഡ്രൈ ആയി പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഹെയറിൽ തേക്കണം. ഈ ഓയിലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം മറന്നുപോയി. ഞാൻ ഈ തയ്യാറാക്കി വയ്ക്കുന്ന ഹെന്നയിൽ ഒരു 3-4 തുള്ളി ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്യാറുണ്ട് കേട്ടോ. അതായത് മേ ബി ഒലിവ് ഓയിലാണെങ്കിലോ അതല്ല ആൽമണ്ട് ഓയിൽ, ഇതൊന്നും അല്ലെങ്കിൽ ആവണക്കെണ്ണ, ഇതിൽ 3-ൽ ഏതെങ്കിലും ഓപ്ഷനിലാണ്. എൻ്റെ കയ്യിൽ അപ്പോൾ ഏതാണോ ഉള്ളത് ആ ഓയിൽ, ഇതല്ലെങ്കിൽ ഞാൻ കാച്ചിയ എണ്ണ തന്നെ ജസ്റ്റ് കുറച്ച് ഡ്രോപ്സ് ചെയ്തിട്ട് ഞാൻ മിക്സ് ചെയ്യാം കേട്ടോ. അത് ഞാൻ ഹെന്നയുടെ മിക്സ് പറഞ്ഞ സമയത്ത് ആ ഓയിലിൻ്റെ കാര്യം മറന്നുപോയി. ഇത് ഞാൻ ചെയ്യും. പിന്നെ ഞാൻ ചെയ്യുന്നൊരു വേറൊരു സിറം, ലൈക്ക് ഒരു സിറം, ഇതാണ് ഹിബിസ്കസ് ഉണ്ടല്ലോ, ഹിബിസ്കസ്, അതായത് നമ്മുടെ ചെമ്പരത്തി പൂവും, എനിക്കിവിടെ കിട്ടുന്നത് ഡ്രൈ ആയിട്ടുള്ള ഫ്ലവറാണ്. നമ്മുടെ നാട്ടിൽ ഫ്രഷായിട്ട് നമുക്ക് കിട്ടും. ഫ്ലാക്സീഡും ഈ ഹിബിസ്കസിൻ്റെ പൂവും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കും വെള്ളത്തിൽ. ഒരു 3 കപ്പ് വെള്ളം, അത്രയും എടുക്കണമെന്നില്ല, കാരണം 3 കപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാടുണ്ടാവും. ഒരു 2 കപ്പ് വെള്ളം എടുത്തിട്ട് ഒരു 2 സ്പൂൺ ഫ്ലാക്സീഡ്, അതുപോലെ ഈ സ്പൂണിലാണ് വരുന്നെങ്കിൽ ഒരു 3 സ്പൂൺ ഹിബിസ്കസ് ഫ്ലവർ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കും. നന്നായിട്ട് തിളപ്പിച്ച് കഴിയുമ്പോൾ നല്ലൊരു റെഡ് കളർ വാട്ടർ നമുക്ക് കിട്ടും. നമുക്കിത് ഒന്നുകിൽ സ്പ്രേ ചെയ്യുന്ന ബോട്ടിലോ, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രോപ്പ് ഉണ്ടല്ലോ, ഡ്രോപ്സായിട്ട് എടുക്കുന്ന, അങ്ങനെ ഏത് ബോട്ടിലാണെങ്കിലും നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. ഇതുണ്ടല്ലോ നമുക്കൊരു 1 മന്ത് വരേക്കും ഫ്രിഡ്ജിലിരിക്കും, കുഴപ്പമില്ല. പുറത്താണെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. നന്നായിട്ട് നിങ്ങൾ സൂക്ഷിച്ച് വെച്ചാൽ, അതായത് നമ്മൾ എടുക്കുന്ന ബോട്ടിൽ വെള്ളത്തിൻ്റെ നനവുണ്ടാവരുത്, നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബോട്ടിലോട്ട് എടുക്കണം. അത് നമുക്ക് ഉറപ്പായിട്ടും പുറത്തും ഇരിക്കും. ഫ്രിഡ്ജിലായിരുന്നാലും 1 മന്ത്, ഫ്രിഡ്ജിലാണെങ്കിൽ ഇപ്പോൾ 1 മന്തിന് പുറത്തിരിക്കും. ഞാനിപ്പോൾ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 1.5 മാസത്തിന് അടുപ്പിച്ചായി. ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചത്. 1.5 മാസത്തിന് പുറത്തായി എൻ്റെ കയ്യിലിരിക്കുന്ന ഓയിലല്ല, സിറം, അത് വയ്ക്കുന്നുണ്ട്. ഇത് ഹെയറിൽ നമ്മളിപ്പം കുളിക്കുന്നതിന് മുമ്പ് ഒരു 1 മണിക്കൂർ മുമ്പൊക്കെ ഇരുന്ന് നന്നായിട്ട് സ്കാൽപ്പിൽ ചെയ്തിട്ട്, ഒന്നുകിൽ സ്പ്രേ ആണെങ്കിൽ ഹെയർ നമ്മളിങ്ങനെ റൂട്ട് ഇങ്ങനെ എടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതല്ല കയ്യിലാണ് എടുക്കുന്നതെങ്കിൽ കയ്യിലെടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. മസാജ് ചെയ്ത് കുറച്ച് നേരം, ഒരു മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്തതിന് ശേഷം കുളിക്കണം. ഇതും ഭയങ്കര ഒരു നല്ല റിസൾട്ട് തരുന്നത്. ഈ 3 അതായത് ഹെന്ന, പിന്നെ ഈ പാക്ക്, ഇത് മൂന്നുമാണ് ഞാൻ എൻ്റെ ഹെയറിൽ, എൻ്റെ ഹെയർ ഓയിലല്ലാതെ ഞാൻ യൂസ് ചെയ്യുന്ന ഇത്. പക്ഷേ എന്തായാലും എനിക്ക് ഏറ്റവും ഭയങ്കര റിസൾട്ട് തന്നിട്ടുള്ള 3 കാര്യങ്ങളാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഹെയർ ഒരുപാട് ഹെയർ ഒന്നും ഇല്ലാത്തവർ, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഹെയർ ഒരുപാട് പൊഴിഞ്ഞു പോയിട്ടുള്ളവർക്ക്, തിരിച്ച് ഹെയർ ഇതേപോലെ റീഗ്രോത്ത് ചെയ്യണമെന്നുള്ളവർക്ക് ഫസ്റ്റായിട്ട് മെയിനായിട്ട് ബേസായിട്ട് എന്താ വേണ്ടതെന്നുള്ള അറിയാമോ? ഞാൻ തിരിച്ചെൻ്റെ മുടി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരളവിൽ വളർത്തിയെടുക്കും എന്നുള്ളൊരു കോൺഫിഡൻസ്, വിശ്വാസം എന്ന് വെച്ചാൽ ഞാൻ വളർത്തിയെടുക്കും,
വളർത്തിയെടുക്കും എന്നുള്ളൊരു വാശി അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ബേസിക് തിങ് അതാണ്. ഞാനിത് ചെയ്യും എന്നുള്ളൊരു അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഹെയർ കെയറിൻ്റെ ഒരു ഇതിൽ നമുക്കൊരു കോൺഫിഡൻസ് വരും. അതിന് ശേഷമാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഞാൻ ചെയ്യും, എനിക്ക് വളരും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി നിങ്ങളിത് ചെയ്ത് നോക്കി. തീർച്ചയായിട്ടും ഇപ്പം ഈ പറയുന്ന കണക്ക് 1 മന്തിൽ അല്ലെങ്കിൽ 2 മന്തിലൊക്കെ ഇങ്ങ് ഭയങ്കരമായിട്ട് മുട്ടോളം അങ്ങ് വരുമെന്നല്ല. പക്ഷേ ചിലപ്പോൾ 1 വർഷം എടുക്കാം, ചിലപ്പോൾ 1.5 വർഷം എടുക്കാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ നിങ്ങൾക്ക് ഹെയർ വളർത്തിയെടുക്കാൻ പറ്റും. അതിനിപ്പോൾ ഇപ്പോൾ ജനറ്റിക് പരമായിട്ട് ഹെയർ ഇതൊന്നും ഒട്ടും ഇല്ലാത്തവരാണെങ്കിൽ പോലും നിങ്ങൾ ഈ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയേ. നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ സ്നേഹിക്കണം. ഓക്കെ, എനിക്ക് എൻ്റെ മുടി വളരും എന്നുള്ള എൻ്റെ മുടിയോടുള്ളൊരു സ്നേഹവും അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം വെച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെയർ വളരും. പിന്നെ നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ് യൂട്യൂബിൽ, ഹെയർ ഓയിൽ കാച്ചുന്നത്. പിന്നെ അതല്ലെങ്കിൽ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഹെയർ ഓയിലും കൂടി നിങ്ങളൊരു ആഴ്ചയിൽ 3 വട്ടം വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെയർ വളർന്നു തന്നെ വരും. അതിപ്പോൾ എനിക്ക് ജനറ്റിക് പരമായിട്ട് ഹെയർ ഇല്ല, അതുകൊണ്ട് എനിക്ക് ഹെയർ വളരില്ല, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞാൻ ഹെന്ന പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം. ഒരു 15 പേരെങ്കിലും മിനിമം കമൻറ്റ് ചെയ്താൽ ഓക്കെ, ഒരു മിനിറ്റ്, ഒരു 15 പേരെങ്കിലും മിനിമം കമൻറ്റ് ചെയ്താൽ ഞാൻ അത് പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇടാം. ഓക്കെ, താങ്ക് യു.